മലപ്പുറം AR നഗർ പഞ്ചായത്തിൽ മുസ്ലിം ലീഗിൽ കൂട്ടരാജി. 22ാം വാർഡ് കമ്മിറ്റി നൽകിയ പേര് വെട്ടി മറ്റൊരു വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കിയതിലാണ് പ്രതിഷേധം. 50-ലധികം പേരാണ് രാജിവെച്ചത്. AR നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് റഷീദ് കൊണ്ടാണത്താണ് വാർഡിലെ ലീഗ് സ്ഥാനാർത്ഥി. മലപ്പുറം പരപ്പനങ്ങാടി AR നഗർ പഞ്ചായത്തിൽ 50ഓളം പേരാണ് ലീഗിൽ നിന്ന് രാജിവെച്ചത്. ഈ ലീഗ് ജനറൽ സെക്രട്ടറി, വാർഡ് ജനറൽ സെക്രട്ടറി അടക്കം, അതോടൊപ്പം MSFൻ്റെ മണ്ഡലം ഭാരവാഹി അടക്കം രാജിവെച്ചവരിലുണ്ട്. പ്രധാനമായി ലീഗ് വാർഡ് കമ്മിറ്റി നൽകിയ മത്സരത്തിനായി ലീഗ് വാർഡ് കമ്മിറ്റി നൽകിയ പേര് വെട്ടി മറ്റൊരാളെ സ്ഥാനാർത്ഥിയാക്കി എന്നാരോപിച്ചാണ് ഇപ്പോൾ ഈ കൂട്ടരാജി ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ വാർഡ് ജനറൽ സെക്രട്ടറിയും അതോടൊപ്പം മണ്ഡലം MSF ഭാരവാഹിയും രാജിവെച്ചു. എന്താണ് ശരിക്ക് നമ്മൾ പാർലമെൻറ്റ് ബോഡി കൂടിയിട്ട് നമ്മൾ സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുത്തതിൽ അഭിപ്രായ വ്യത്യാസമില്ലാതാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അവസാനം പ്രഖ്യാപന സമയത്ത് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം വന്നു. അത് ഞങ്ങൾ മേൽ കമ്മിറ്റിക്ക് വിട്ടു, പഞ്ചായത്ത് കമ്മിറ്റിക്കും അതുപോലെ മണ്ഡലം കമ്മിറ്റിക്കും അത് വിട്ടു. അതുപ്രകാരം ഞങ്ങളോട് ചർച്ച ചെയ്തു, എല്ലാവരും കൂടി ചർച്ച ചെയ്തു. അവസാനം അത് മണ്ഡലം കമ്മിറ്റി പഞ്ചായത്ത് കമ്മിറ്റിയെ വിളിച്ചറിയിച്ചത് പ്രകാരം പഞ്ചായത്ത് കമ്മിറ്റി ഞങ്ങളെ വിളിച്ചറിയിച്ചു. കാട്ടേരി അബ്ദുറഹ്മാനെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്, അത് നിങ്ങളോട് ആ വിവരം അറിയിക്കുകയാണ് പറഞ്ഞ്. അത് പ്രകാരം ഞങ്ങൾ ഒന്ന് കൺഫേം ആക്കാൻ വേണ്ടി വീണ്ടും അബ്ദുറഹ്മാനെ കൊണ്ട് തിരിച്ചു വിളിപ്പിച്ചു. ഒന്നും കൂടി കൺഫേം ആക്കിയതിൻ്റെ ശേഷമാണ് ഞങ്ങൾ പ്രഖ്യാപനം നടത്തിയത്. പ്രഖ്യാപനം നടത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ അത് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞാണ്ട് ഗ്രൂപ്പുകളിലൊക്കെ വന്നു. അത് തെറ്റായ ധാരണയാണ്, അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മണ്ഡലം കമ്മിറ്റി രണ്ടാമത് വീണ്ടും സ്ഥാനാർത്ഥിയെ മാറ്റി പ്രഖ്യാപിക്കുകയുണ്ടായി. അതിൻ്റെ പ്രതിഷേധമാണ് ഞങ്ങൾ വലിയൊരു കുടുംബം, 25ഓളം കുടുംബങ്ങൾ പാർട്ടിയിൽ നിന്ന്. അതിൽ വനിതാ ലീഗിൻ്റെ പ്രവർത്തകരുണ്ട്, MSFൻ്റെ പ്രവർത്തകരുണ്ട്, യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരുണ്ട്, മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരുണ്ട്. ഇനി ഒരുപാട് പേര് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നതൊക്കെ ഉണ്ട്. കാരണം ഒരുപാട് കാലമായിട്ട് ഇതിങ്ങനെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്നെ ഓഫീസിൽ കയറി ആക്രമിച്ചു ഇതേ ടീം. അത് പാർട്ടിക്ക് വേണ്ടി ഞാൻ സഹിച്ചു. ഞങ്ങൾ ഓഫീസിൽ കയറി ആക്രമിച്ച് ഞാൻ ഹോസ്പിറ്റലിലായിട്ടുണ്ട്. അതിൻ്റെ കേസ് വേറൊരു വശത്ത് നടക്കുന്നുണ്ട്. ഇതൊക്കെ പാർട്ടി പ്രവർത്തകരാണ് ചെയ്യുന്നത്. അതിനൊക്കെ നേതാക്കന്മാരെടുത്ത് ഇതൊക്കെ ഉണ്ട്. എന്നിട്ടും അവർ തീരുമാനം എടുത്തിട്ടില്ല. ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും അവർ വെറുതെ ഒരു പാർട്ടിയിൽ സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞു 1-2 പേര്. അവരന്ന് മുതൽ ഗ്രൂപ്പിലും പാർട്ടിയിലൊക്കെ ഇൻവോൾവ് ആണ്. ലീഗ് വാർഡ് കമ്മിറ്റി നിശ്ചയിച്ച സ്ഥാനാർത്ഥിയെ ഈ മണ്ഡലം കമ്മിറ്റി വെട്ടി പുതിയൊരു സ്ഥാനാർത്ഥിയെ ഇവിടെ ഇറക്കുമതി ചെയ്തു എന്നുള്ള ആരോപിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഏതായാലും ഈ മനസാക്ഷിക്ക് വോട്ട് ചെയ്യുമെന്നാണ് ഇവർ പറയുന്നത്. ജിത്തു വെട്ടത്തിനൊപ്പം യൂനുസ് അഹമ്മദ്, മീഡിയ 1, തിരൂർ.